ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ മൊഡ്യൂൾ 1 പാർട്ട് 4 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ക്ലച്ചസ് ആണ്. പോസിറ്റീവ് എൻഗേജ്ഡ് ക്ലച്ച്, നെക്സ്റ്റ് ഗ്രാജുവലി എൻഗേജ്ഡ് ക്ലച്ചസ്, ഫ്രിക്ഷണൽ ക്ലച്ചസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ ക്ലച്ചസൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. എന്നിട്ട് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ചസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓരോ ടൈപ്പ് ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ആണ്. അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാ ടൈപ്പ് ക്ലച്ചസും നിങ്ങൾ അതിൻ്റെ ഫിഗർ അടക്കം സ്റ്റഡി ചെയ്യണം. ഫിഗർ വിത്ത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഇപ്പോൾ ഒരു കോൺ ക്ലച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോൺ ക്ലച്ചിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോൺ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ രണ്ട് കോണുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺ. ഇത് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ഫ്രിക്ഷണൽ ക്ലച്ചാണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് അതുമാത്രമല്ല ഇപ്പോൾ ഒബ്സൊലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ യൂസ് ചെയ്യാത്ത ടൈപ്പ് ആയിട്ടുള്ള ക്ലച്ചാണ് കോൺ ക്ലച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺ ക്ലച്ചാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ക്ലച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, ഒബ്സൊലീറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഇതിൽ മെയിനായിട്ട് രണ്ട് കോണിക്കൽ സർഫേസുകളാണ്. ഒരു മെയിൽ കോൺ അല്ലെങ്കിൽ ഇന്നർ കോണും നെക്സ്റ്റ് ഒരു ഔട്ടർ കോണിക്കൽ സർഫേസുള്ള മെയിൽ കോണും. ഈ ഫീമെയിൽ കോണിൻ്റെയും മെയിൽ കോണിൻ്റെയും കോണിക്കൽ സർഫേസിൽ ആ ഒരു ഭാഗത്ത് ഫ്രിക്ഷണൽ ലൈനിങ്സ് ഉണ്ടാവും, ഒരസുള്ള ഭാഗം ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു കോണിനെ, മെയിൽ കോൺ അല്ലെങ്കിൽ ഇന്നർ കോണിനെ നമ്മൾ സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഔട്ടർ കോണിൻ്റെ മേലിലേക്ക് പ്രസ് ചെയ്ത് നിർത്തുന്നത്. ഇനി നമ്മൾ എൻജിൻ നിന്ന് അല്ലെങ്കിൽ ഫ്ലൈ വീലുമായി കണക്റ്റഡ് ആയിരിക്കും. എൻജിനിൽ നിന്ന് ഡ്രൈവ് വരുന്നത് ഫ്ലൈ വീലുമായി കണക്റ്റഡ് ആയിരിക്കും നമ്മൾ ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഔട്ടർ കോൺ. നമ്മൾ ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റിന്മേൽ സ്പ്ലൈൻ ചെയ്ത ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റിലാണ് നമ്മൾ മെയിൽ കോൺ അല്ലെങ്കിൽ ഇന്നർ കോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഔട്ടർ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ കോൺ കൊടുത്തിട്ടുള്ളത് എൻജിൻ ഷാഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഫ്ലൈ വീലുമായി കണക്റ്റഡ് ആയിട്ട്. നെക്സ്റ്റ് ഇന്നർ കോൺ അല്ലെങ്കിൽ മെയിൽ കോൺ കണക്ട് ചെയ്തിട്ടുള്ളത് സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ഷാഫ്റ്റിൽ. അതിന് മുന്നോട്ടും ബാക്കോട്ടും ചലിക്കാനും കഴിയും ഈ മെയിൽ കോൺ. അത് മാത്രമല്ല അതിന് ഫീമെയിൽ കോണിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബെയറിങ് നിങ്ങൾ കാണാം. ഈ ബെയറിങ്ങും അതാണ് നമ്മൾ റിലീസ് ബെയറിങ് എന്ന് പറഞ്ഞാൽ, ബെയറിങ് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്നത്. ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോണ്, അതിന് കോണിക്കൽ സർഫേസ് ഫ്രിക്ഷണൽ ലൈനിങ്സ് ഉണ്ടാവും. നെക്സ്റ്റ് ഒരു സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിൽ കോണിനെ ഫീമെയിൽ കോണിലേക്ക് പ്രസ് ചെയ്ത് നിർത്തുന്നത്. നെക്സ്റ്റ് ഒരു ബെയറിങ്. നെക്സ്റ്റ് എന്താണ്, സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഗിയർ ബോക്സിലേക്ക് പോകുന്ന ക്ലച്ച് ഔട്ട്പുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഷാഫ്റ്റ്. അതിൽ മേലാണ് നമ്മൾ മെയിൽ കോൺ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യല്ല, അത് സ്പ്ലൈൻസിൽ കൊടുക്കിയിട്ടുള്ളത്. മെയിൽ കോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനും പറ്റും, അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഫീമെയിൽ കോൺ കണക്ട് ചെയ്തിട്ടുള്ളത് എൻജിൻ എൻജിൻ ഔട്ടിലേക്ക് അഥവാ നമ്മൾ ഫ്ലൈ വീലിലേക്കാണ് നമ്മൾ ഫീമെയിൽ കോൺ കണക്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്ലൈ വീലുമേ തന്നെയാണ് നമ്മൾ ഫീമെയിൽ കോണിക്കൽ സർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന് വർക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസാണ്. ഒന്ന് എൻഗേജ്ഡ് പൊസിഷൻ, രണ്ടാമത് ഡിസെൻഗേജ്ഡ് പൊസിഷൻ. ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ, നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാത്തിടത്തോളം കാലം ക്ലച്ച് എൻഗേജ്ഡ് ആയിരിക്കും. ക്ലച്ച് എൻഗേജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ ഒരു ഫീമെയിൽ കോണിലേക്ക് മെയിൽ കോൺ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഫ്രിക്ഷണൽ സർഫേസ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കണ്ടീഷൻ, അതാണ് ക്ലച്ച് എൻഗേജ്ഡ്. അപ്പോൾ എഞ്ചിനുള്ള ഡ്രൈവ് നേരെ ഈ ഫീമെയിൽ കോൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെയിൽ കോണും റൊട്ടേറ്റ് ചെയ്തിട്ട് ഗിയർ ബോക്സിലേക്ക് പോകുന്ന ക്ലച്ച് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഇൻപുട്ട് ഷാഫ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്ത് എഞ്ചിനുള്ള ഡ്രൈവ് നമ്മൾ വീൽസിലേക്ക് ഗിയർ ബോക്സ് ത്രൂ പോകും. ഇനി നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ റിലീസ് ബാരിങ് അല്ലെങ്കിൽ ബാരിങ് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് സ്പ്രിങ്ങിനെ ഈ മെയിൽ കോണിന് ഓപ്പോസിറ്റായിട്ട് മെയിൽ കോണിലേക്ക് അമർന്ന് നിൽക്കുന്ന ആ ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കംപ്രസ് ചെയ്തിട്ട് മെയിൽ കോണിനെയും ഫ്രീ ആക്കും. അഥവാ മെയിൽ കോണിനെ ഫീമെയിൽ കോണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഫ്രീ ആക്കും. അപ്പോൾ എന്താണ്, ക്ലച്ച് ഡിസ്എൻഗേജ്ഡ് പൊസിഷനിലാവും. അഥവാ മെയിൽ കോണും ഫീമെയിൽ കോണും ഫ്രീ ആയി കഴിഞ്ഞാൽ അവിടെ മെയിൽ കോൺ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ്, അഥവാ നമ്മൾ എഞ്ചിനുള്ള ഡ്രൈവ് ആ ഫീമെയിൽ കോൺ മാത്രം റൊട്ടേറ്റ് ചെയ്യും. മെയിൽ കോൺ അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ട് മെയിൽ കോൺ റൊട്ടേറ്റ് ചെയ്യില്ല. ആ മെയിൽ കോൺ എന്താണ്, ആ ഒരു ഡ്രൈവിന് ഒഴിവായിട്ടുള്ള കണ്ടീഷൻ, അതാണ് ഡിസെൻഗേജ്ഡ് കണ്ടീഷൻ. അപ്പോൾ എഞ്ചിനുള്ള ഡ്രൈവ് ഈ ഫീമെയിൽ കോണ് മാത്രം അവിടെ വരെ എത്തി, അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അങ്ങോട്ടുള്ള ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് ഗിയർ ബോക്സ് ഇൻപുട്ട് ഷാഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ക്ലച്ച് ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അഥവാ ഫീമെയിൽ കോൺ വരെ മാത്രമേ പവർ എത്തുന്നുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് മെയിൽ കോണിലേക്ക് പവർ എത്തുന്നില്ല. അതാണ് ക്ലച്ച് ഡിസ്എൻഗേജ്ഡ് പൊസിഷൻ അല്ലെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് പൊസിഷൻ. അവിടെ ഈ ഒരു ബെയറിങ് നമ്മൾ പ്രസ് ചെയ്യാൻ നമ്മൾ ലിങ്കുകൾ ഉപയോഗിച്ച്, ഫോർക്കും ലിങ്ക് ഉപയോഗിച്ച് അത് നമ്മൾ ക്ലച്ച് പെഡലിലേക്കാണ് ഈ റിലീസ് ബാരിങ്ങിൽ നിന്ന് കണക്ഷൻ വരിക. നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന ഇതിനനുസരിച്ചാണ് ഈ സ്പ്രിങ് കംപ്രസ് ചെയ്തിട്ട് ക്ലച്ചിനെ അഥവാ നമ്മൾ മെയിൽ കോണിനെ ഫീമെയിൽ കോണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് ആ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്നത്. ഇത്രയാണ് ഒരു കോൺ ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോണ്ടാക്ട് സർഫേസസ് കോണിക്കൽ ഫോമിലായിരിക്കും. എൻഗേജ് പൊസിഷനിൽ മെയിൽ കോൺ ഈസ് ഫുള്ളി ഇൻസൈഡ് ദി ഫീമെയിൽ കോൺ. ഫ്രിക്ഷണൽ സർഫേസ് ആർ കംപ്ലീറ്റ് ഇൻ കോണ്ടാക്ട്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ബൈൻഡിങ് കൂടുതലായിരിക്കും. അഥവാ ഈ മെയിൽ കോണും ഫീമെയിൽ കോണും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് ബൈൻഡ് ചെയ്ത് നിൽക്കുക. റിലീസ് ചെയ്യുന്ന പ്രൊസീജിയർ, ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് വളരെ കുറച്ച് എഫേർട്ട് കൂടുതലായിരിക്കും. അത് മാത്രമല്ല, അത് ചില സമയത്ത് ഈ കോണിക്കൽ സർഫേസ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേയ്മാനം കൂടിക്കഴിഞ്ഞാലൊക്കെ പലപ്പോഴും ക്ലച്ച് ബൈൻഡ് ചെയ്ത് നിന്ന് ക്ലച്ച് ഡിസെൻഗേജ്മെൻറ്റ് സ്മൂത്ത് ആവാത്തൊരവസ്ഥ വരും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ക്ലച്ചുകൾ ഇപ്പോൾ മോഡേണായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം മോഡേണായിട്ട് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസും ഡാഫ്രം ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ് അതുപോലത്തെ ക്ലച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺ ക്ലച്ചസ് ഔട്ട്ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒബ്സൊലീറ്റ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. അതിൽ തന്നെ കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ്. അപ്പോൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഉണ്ട്. കോയിൽ സ്പ്രിംഗ് ടൈപ്പ് ഉണ്ട്, ഡയഫ്രം സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഉണ്ട്. ആദ്യം നമുക്ക് കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന് കൺസ്ട്രക്ഷൻ ആ ഫിഗറിലേക്കൊന്ന് കണ്ണോടിക്കാം. അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇവിടെ കോയിൽ സ്പ്രിങ്ങിന് പകരം ഡയഫ്രം സ്പ്രിങ് ആണ് കൂടുതലായിട്ട് മോഡേൺ ആയിട്ടുള്ള കാറുകളിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് എന്നുള്ള ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് എന്ന് വിളിക്കും. അത് നമ്മൾ ഫ്ലൈ വീലാണ് നമ്മൾ ഫീമെയിൽ കോണിന് പകരം ഇവിടെ ഫ്ലൈ വീലാണ്. ആ ഫ്ലൈ വീലിൻ്റെ ഒരു
പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ സർഫേസ് ആണ്. അതിന്മേക്കാണ് നമ്മൾ ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റിനെ ഒരു അനദർ പ്ലേറ്റ് കാർഡ് പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ച് ക്ലച്ച് പ്ലേറ്റിനെയും ഫ്ലൈ വീലിനെയും ബൈൻഡ് ചെയ്യുന്ന ടൈപ്പ് ക്ലച്ചാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നതാണ് ഫ്ലൈ വീല്, നെക്സ്റ്റ് ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പ്രഷർ പ്ലേറ്റ്. അതാണ് നമ്മൾ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് പ്രസ് ചെയ്ത് നിർത്തുന്നത്. അതിൻ്റെ കൂടെ ആ പ്രഷർ പ്ലേറ്റിൻ്റെ സർക്കംഫറൻസിൽ കോയിൽ സ്പ്രിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോയിൽ സ്പ്രിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ ഈ കോയിൽ സ്പ്രിങ്സ് ആണ് ഈ പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ച് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് അമർത്തി നിർത്തി നമ്മളെ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ക്ലച്ച് എൻഗേജ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിർത്താൻ സഹായിക്കുന്നത്. ഇനി ഈ ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മൾ ഒരു നേരത്തെ പോലെ തന്നെ റിലീസ് ബെയറിങ്ങും ഫൾക്രം പിൻ വിത്ത് ലിങ്ക് ആൻഡ് വിത്ത് അതിൻ്റെ കൂടെ തന്നെ ക്ലച്ച് പെഡൽ ഉണ്ടാവും. ഈ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ത്രസ്റ്റ് ബെയറിംഗ് അല്ലെങ്കിൽ റിലീസ് ബെയറിംഗ് അത് നമ്മളെ ഈ ഒരു ക്ലച്ച് സ്പ്രിങ്ങിനെ ഇതിൻ്റെ ഇടയിൽ പ്രാക്ടിക്കൽ കേസിൽ റിലീസ് പ്രഷർ പ്ലേറ്റിൻ്റെ കൂടെ തന്നെ കോയിൽ സ്പ്രിങ് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള റിലീസ് ലിവേഴ്സ് ഉണ്ട്. റിലീസ് ലിവേഴ്സ് ആ റിലീസ് ലിവേഴ്സ് ഈ ഒരു സ്പ്രിങ്സിനെ ഈ സർക്കംഫറൻസിലുള്ള സ്പ്രിങ്സിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് പെഡലിന് പ്രഷർ പ്ലേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് പ്രഷർ പ്ലേറ്റിനെ ക്ലച്ച് പ്ലേറ്റും ഒന്ന് റിലീസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലച്ച് പ്ലേറ്റും അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്കും റിലീസ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഡിസ്ക് സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.